1991 മുതൽ ഇന്ത്യൻ ജനമനസ്സുകളെ കീഴടക്കിയ ഒരു വാഹനമാണ് ടാറ്റ സീറ. ടാറ്റ സീറ 2025 മടങ്ങിയെത്തിയിരിക്കുകയാണ് 11,49,000 രൂപ ഇൻട്രോഡക്ടറി പ്രൈസിൽ. ടാറ്റ സീറയുടെ മടങ്ങിവരവിനെ ദ ലെജൻഡ് റിട്ടേൺസ് എന്നാണ് വാഹന നിർമ്മാതാക്കൾ വിശേഷിപ്പിക്കുന്നത്. റെക്കോർഡുകളുടെ നിറവിലാണ് ടാറ്റ സീറ. അതിപ്പോൾ ഡിസൈനിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യത്തിലാണെങ്കിലും ആദ്യ ദിന ബുക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും റെക്കോർഡുകൾ നേടിയിരിക്കുകയാണ് ടാറ്റ സീറ. ഏറ്റവും മികച്ച ഇന്ധനക്ഷമതയ്ക്കുള്ള ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അവാർഡ് നേടിയിരിക്കുകയാണ് ടാറ്റ സീറ. ഇൻഡോറിലെ നാട്രാസ് ടെസ്റ്റ് ട്രാക്കിലൂടെ 12 മണിക്കൂർ തുടർച്ചയായി 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനിലുള്ള സീറ ഓടിച്ച് നേടിയത് എക്കാലത്തെ മികച്ച ഫ്യൂൽ എഫിഷ്യൻസിയാണ്. 29.9 കിലോമീറ്റർ ഫ്യൂൽ എഫിഷ്യൻസിയാണ് വാഹനം നേടിയത്. അങ്ങനെ അതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഫ്യൂൽ എഫിഷ്യൻസിയിൽ നേടിയിട്ടുണ്ട്. അതേപോലെ തന്നെ അന്താരാഷ്ട്ര പുരസ്കാരം ഡിസൈനിങ്ങിൽ നേടിയിരിക്കുകയാണ് ടാറ്റ സീറ. റെഡ് ഡോട്ട് ഡിസൈൻ അവാർഡ് 2025 ടാറ്റ സീറയ്ക്കാണ്. ആദ്യ ബുക്കിംഗ് ദിനമായ ഡിസംബർ 16 റെക്കോർഡ് ബുക്കിംഗ് നേടിയിരിക്കുകയാണ് ടാറ്റ സീറ. 70,000 ബുക്കിംഗ് ആണ് ആദ്യ ദിനത്തിൽ ലഭിച്ചത്. 1,35,000 പേർ ബുക്കിംഗ് ഫോർമാലിറ്റീസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. മികച്ച ഡിസൈനും പ്രൈസും ഒക്കെ തന്നെയാണ് ടാറ്റ സീറയുടെ ഈ ഒരു നേട്ടത്തിനെല്ലാം പിന്നിലുള്ളത്. നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ വാഹനം എത്തുന്നത് 11,49,000 രൂപ മുതൽ 17,99,000 രൂപ വരെയാണ്. ടർബോ പെട്രോൾ എഞ്ചിനിലുള്ള വാഹനം എത്തുന്നത് 17,99,000 രൂപ മുതൽ 20,99,000 രൂപ വരെയാണ്. ഡീസൽ പതിപ്പിലുള്ള വാഹനം എത്തുന്നത് 12,99,000 രൂപ മുതൽ 21,29,000 രൂപ വരെയുള്ള എക്സ് ഷോറൂം പ്രൈസാണ്. ജനുവരി 16 മുതൽ ഇന്ത്യൻ നിരത്തുകളിലേക്ക് ടാറ്റ സീറ എത്തും. ഏറ്റവും മാതൃകാപരമായ ഒരു തീരുമാനം എടുത്തിരിക്കുകയായിരുന്നു ടാറ്റ സീറയുടെ കാര്യത്തിൽ ടാറ്റ മോട്ടോഴ്സ്. ലോകകപ്പ് നേടിയ ഇന്ത്യൻ വിമൻസ് ടീമിനെ ആദരിക്കാനും അവർ മറന്നില്ല. ടാറ്റ സീറയുടെ ആദ്യ ബാച്ചുകൾ ഇന്ത്യൻ വിമൻസ് ടീമിന് നൽകി അവർ മാതൃകയായി. മൂന്ന് എഞ്ചിൻ ഓപ്ഷനിലും 5 വ്യത്യസ്ത ട്രാൻസ്മിഷനിലും എത്തുന്ന വാഹനത്തിന്റെ ഫസ്റ്റ് ഡ്രൈവ് എക്സ്പീരിയൻസ് ചണ്ഡീഗർഗിൽ വെച്ച് നടന്നിരിക്കുകയാണ്. ഡിസൈനിങ്ങിലെ തനിയാവർത്തനങ്ങൾ കണ്ടുമടുത്ത ഇന്ത്യൻ വാഹന ലോകത്തേക്ക് ഡിസൈനിങ്ങിൽ അന്താരാഷ്ട്ര പുരസ്കാരം നേടിക്കൊണ്ടാണ് ടാറ്റ സീറ ഇന്ത്യൻ വാഹന ലോകത്തേക്ക് എത്തുന്നത്. ഡിസൈനിങ്ങിൽ റെഡ് ഡോട്ട് അവാർഡ് നേടിയിരിക്കുകയാണ് ടാറ്റ സീറ. ലെ ഈ അവാർഡ് നിർണയത്തിന് എത്തിയത് 15 എക്സ്പെർട്ടുകളായിരുന്നു. 13 രാജ്യങ്ങളിൽ നിന്നായിരുന്നു അവർ എത്തിയത്. ഇന്ത്യ, UK, ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഡിസൈൻ എക്സ്പെർട്സ് ആണ് ടാറ്റ സീറ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പൂർണ്ണമായ ഡിസൈനിങ്ങും നിർമ്മാണവും ഇന്ത്യയിൽ തന്നെയാണ്. നമ്മൾ സാധാരണയായി കാണുന്ന ഡിസൈനിങ്ങിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ക്രോം എലിമെന്റ് ഒക്കെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് ടാറ്റ സീറ എത്തുന്നത്. സീറയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത വലിയ അലങ്കാരങ്ങൾ എല്ലാം തന്നെ അവർ ഒഴിവാക്കി എന്നുള്ളതാണ്. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു സർഫസ്, ഒടിവുകളും മടക്കുകളും ഒക്കെ കഴിയുന്നത്ര ഒഴിവാക്കി ഒരു അപ്രൈറ്റ് സ്റ്റാൻഡ്സോട് കൂടിയിട്ടൊക്കെ തന്നെയാണ് വാഹനം എത്തിയിരിക്കുന്നത്. വാഹനത്തിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രൂപയ്ക്കാണ് ടാറ്റ സീറ ഇന്ത്യൻ വാഹന ലോകത്തേക്ക് എത്തുന്നത്. ഡിസംബർ 16 ഈ വാഹനത്തിന്റെ ബുക്കിംഗ് തുടങ്ങുകയാണ്. 3 എഞ്ചിൻ ഓപ്ഷനിലും 5 വ്യത്യസ്ത ട്രാൻസ്മിഷനിലുമാണ് ടാറ്റ സീറ എത്തുന്നത്. 1.5 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോളിൽ ഈ വാഹനം എത്തുന്നു. ഇതിനകത്തേക്ക് മാനുവൽ ട്രാൻസ്മിഷനിലും 7 സ്പീഡ് DCTയിലുമാണ് വാഹനം എത്തുന്നത്. ഇതിന്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ 106 PS അതിന്റെ ടോർക്ക് 145 ന്യൂട്ടൺ മീറ്ററുമാണ്. പവർഫുൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ടർബോ പെട്രോൾ എഞ്ചിനിലെത്തുന്ന 4 സിലിണ്ടർ 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനിലുള്ള വാഹനത്തിൻ്റെ ഒരു ടോർക്ക് 255 ന്യൂട്ടൺ മീറ്ററും അതിൻ്റെ ഒരു പവർ 160 PS-ഉമാണ്. ഈ ഒരു ഓപ്ഷനിലേക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മാത്രമേ എത്തുന്നുള്ളൂ. മാനുവൽ ട്രാൻസ്മിഷനിൽ വാഹനം ലഭ്യമല്ല. ഇനിയുള്ളത് ഇതിൻ്റെ ഡീസൽ
പതിപ്പാണ്. ടാറ്റയുടെ തന്നെ പഴയ ഡീസൽ എഞ്ചിൻ തന്നെയാണ്. ഇതിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടി ജാപ്പനീസ് ടെക്നോളജി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. 1.5 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിന്റെ പവർ 118 PS അതിന്റെ ഒരു ടോർക്ക് 280 ന്യൂട്ടൺ മീറ്ററുമാണ്. ടാറ്റ സീറയുടെ ലോഞ്ചിന് മുന്നോടിയായി ടാറ്റ സീറ ബ്രാൻഡ് ഡേ എന്ന ഒരു ഇവന്റ് ടാറ്റ മോട്ടോഴ്സ് സംഘടിപ്പിച്ചിരുന്നു. അതിനകത്തേക്ക് കൂടുതലായിട്ട് ഒരു പ്രാധാന്യം നൽകിയത് ടാറ്റ സീറയുടെ ഡിസൈൻ മികവിനെ വിശദീകരിക്കാനാണ്. അന്ന് ഇതിന്റെ ഒരു ഡിസൈൻ ഹെഡ് പറഞ്ഞത് ടാറ്റ സീറ എത്തിയിരിക്കുന്നത് ഡിസൈനിങ്ങിലെ ഗോൾഡൻ പ്രൊപ്പോർഷനിൽ ആണ് എന്നുള്ളതാണ്. ഇതിന്റെ റിയർ കാഴ്ചയെക്കാളും ഏറ്റവും ഇംപ്രസീവായി തോന്നിയത് ഇതിന്റെ മുൻഭാഗമാണ്. മുൻഭാഗത്തെ ഏറ്റവും മികച്ച പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു സിംഗിൾ പാനൽ LED DRL. പല വാഹനങ്ങളിലും നമ്മൾ ഇത് ബ്രേക്കപ്പ് ആവുന്നത് കാണാം. പക്ഷേ ഇത് ഒരു ഫുൾ വിഡ്ത്തിൽ സ്മൈലിംഗ് കർവ് പോലെ തന്നെ ഇതിങ്ങനെ കിടക്കുകയാണ്. ഇത് ടാറ്റ സീറയുടെ പ്രത്യേകതയാണ്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും സ്ലിമ്മസ്റ്റ്, അതായത് ഏറ്റവും മെലിഞ്ഞ ഹെഡ് ലാമ്പുകളാണ്. ഇതിൻ്റെ ഒരു അളവെന്ന് പറഞ്ഞാൽ 17 mm ആണ്. മറ്റൊരു വാഹനത്തിനും ഇത് പറയാനില്ല. ഏറ്റവും ലെങ്തി ആയിട്ടുള്ള സിംഗിൾ പാനൽ LED DRL ആണ്. ടാറ്റയുടെ ലോഗോ ഇവിടെയായിട്ട് വരുന്നു, ക്യാമറ ഇവിടെയായിട്ട് വരുന്നു, ഇവിടെയായിട്ട് റഡാർ വരുന്നുണ്ട്. അപ്പം ഇതിനകത്തേക്ക് അഡാസ് ലെവൽ 2 സൗകര്യങ്ങൾ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇത് ഫോഗ് ലാമ്പാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റാൻഡേർഡായിട്ട് അവരുടെ എല്ലാ വേരിയൻറ്റുകളിലേക്കും വരുന്നുണ്ട്. വളരെ മികച്ച ഒരു മുൻഭാഗമാണ്. ശരിക്കും ഇതിൻ്റെ ഷോൾഡർ ലൈനൊക്കെ തന്നെയും ഒരു കരുത്തനായിട്ടുള്ള ഒരു SUV എന്ന് തോന്നുന്നു. വളരെ അപ്രൈറ്റ് സ്റ്റാൻഡ്സിലാണ് വാഹനം എത്തുന്നത്. കിഡിലൻ കളേഴ്സിലും കൂടിയാണ് ടാറ്റ സീറ എത്തിയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ വശങ്ങളിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ശരിക്കും അക്കംപ്ലിഷ്ഡ് പ്ലസ് ആണ്. മികച്ച ഒരു വീലാർച്ചാണ്. അത് ബ്ലാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന് ടോപ്പ് വേരിയൻറ്റുകളായിട്ടുള്ള അക്കംപ്ലിഷ്ഡും അക്കംപ്ലിഷ്ഡ് പ്ലസ്സിലുമാണ് 19 ഇഞ്ച് അലോയ് വീല് വരുന്നത്. ഇതിൻ്റെ ORVM, ഇതിൻ്റെ അപ്പർ പോർഷൻസ് ഒക്കെ തന്നെ ബ്ലാക്കിലാണ്. ഇവിടെയായിട്ട് ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ഒക്കെ തന്നെ വരുന്നുണ്ട്. സീറ എന്നുള്ള ബാഡ്ജിങ് ഇവിടെയായിട്ട് കാണാം. പ്ലഷ് ഹാൻഡിൽസ് ഇവിടെയായിട്ട് കാണാം. അതുപോലെ തന്നെ വളരെ ഗ്ലോസി ആയിട്ടുള്ള, വളരെ സ്റ്റാൻഡ് ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു സൈഡ് ക്ലാഡിംഗ് ആണ് ഈ കാണുന്നത്. ഈ ഒരു ക്വാർട്ടർ ഗ്ലാസും അതേപോലെ തന്നെ വലിയ പനോരമിക് സൺറൂഫുമാണ്. ഇതിന്റെ ബി പില്ലർ മുതൽ ഇവിടേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ബ്ലാക്ക് ആൻഡ് ആക്കി കൊടുത്തിരിക്കുകയാണ്. ഇതെല്ലാം കൂടി ഒരു ഒറ്റ യൂണിറ്റ് ആയിട്ടൊരു ഗ്ലാസ് കനോപ്പി പോലെ തോന്നുന്ന ഒരു വലിയ ലോകം സൃഷ്ടിച്ചിരിക്കുകയാണ് ടാറ്റ സീറ. ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും വലിയ സൺറൂഫ്, പനോരമിക് സൺറൂഫ് നൽകുന്ന വാഹനം കൂടിയാണ് ടാറ്റ സീറ. ഇതിന്റെ നീളം 1525 mm അതിന്റെ വീതി 925 mm ആണ്. അത് ശരിക്കും ബെസ്റ്റ് ഇൻ സെഗ്മെന്റ് ആണ്. ബിഗസ്റ്റ് സൺറൂഫ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ എല്ലാം കൂടിയിട്ട് ശരിക്കും ഒരു ഗ്ലാസ് കനോപ്പി സൃഷ്ടിക്കാൻ തന്നെ ടാറ്റ സീറയ്ക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ വാഹനത്തിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ വലിയൊരു റൂംനെസ്, അല്ലെങ്കിൽ വലിപ്പം, അല്ലെങ്കിൽ വലിയൊരു ലോകം എന്ന് തോന്നിക്കാനുള്ള പ്രധാന കാര്യം കൂടി ഈ ഒരു ഗ്ലാസ് ഏരിയയും ഈ ഒരു പനോരമിക് സൺറൂഫും എല്ലാം കൂടി ചേർന്ന ഒരിതാണ്. ഷാർക്ക് ഫിൻ ആന്റിന കാണാം, സ്പോയിലർ കാണാം, പിൻഭാഗ കാഴ്ചയിൽ ടാറ്റയുടെ ലോഗോ, സീറ എന്നുള്ള ബ്രാൻഡിങ്, അതേപോലെ തന്നെ സെൻസേഴ്സ്, ക്യാമറ എല്ലാം തന്നെ ഇവിടെയായിട്ടുണ്ട്. അപ്പം മുൻഭാഗത്ത് കണ്ടതുപോലെ തന്നെ ഒരു സിൽവർ ടോണിലുള്ള ക്ലാഡിംഗ് ഇവിടെയായിട്ടും കാണാം. റിയർ ലൈറ്റും ഒരു സ്ട്രിപ്പ് ലൈറ്റ് ഇങ്ങനെ പോയിരിക്കുകയാണ്. സൈഡ് ഇൻഡിക്കേറ്റർ ഒക്കെ തന്നെ ഇവിടെയായിട്ട് കാണാം. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സീറയുടെ ടെയിൽഗേറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ക്ലാംഷെൽ ടെയിൽഗേറ്റ് എന്ന് പറയും. ക്ലാംഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കക്കയൊക്കെ കാണുന്നത് പോലെ ഇങ്ങനെ മടങ്ങിയിരിക്കുന്നു, ഇങ്ങനെ ഓപ്പൺ ആകുന്ന ഒരു ഇതാണ്. പ്രീമിയം വാഹനങ്ങളിലൊക്കെ എത്താറുണ്ട് അത്തരത്തിലുള്ളത്. ഇതിപ്പോൾ ക്ലാംഷെൽ ടെയിൽഗേറ്റ് ടാറ്റ സീറ കൊടുത്തിരിക്കുന്നു. ഒറ്റ പ്രസ്സിലൂടെ തന്നെ അത് ഓപ്പൺ ആകും. 622 ലിറ്റർ ആണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. അത് നമുക്ക് 1257 ലിറ്റേഴ്സായി വരെ എക്സ്റ്റെൻഡ് ചെയ്യാം.
ഇന്ത്യൻ റോഡുകളിൽ നടക്കുന്ന 40% അപകടങ്ങളും കാർ ടു കാർ ആക്സിഡന്റ് ആണ്. അതായത് കാറും കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആക്സിഡന്റ് ആണ്. ഈ വാഹനങ്ങളൊക്കെയും തന്നെ ഓടിയത് 40 മുതൽ 60 കിലോമീറ്റർ സ്പീഡുകളിലുമാണ്. ഇത്തരം ആക്സിഡന്റുകളിലൊക്കെ തന്നെ വാഹനങ്ങൾക്കുണ്ടായ നഷ്ടം അല്ലെങ്കിൽ ഇത് ഓടിച്ചിരിക്കുന്നവരുടെയുള്ള ജീവൻ ഉണ്ടായ അപകടം വളരെ വലുതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ടാറ്റ മോട്ടോഴ്സ് ഈ പറയുന്ന കാർ ടു കാർ ആക്സിഡൻറ്റിൽ ടാറ്റ സിയറ എങ്ങനെ പെർഫോം ചെയ്യുന്നു അല്ലെങ്കിൽ ടാറ്റ വാഹനങ്ങളുടെ കരുത്ത് വെളിവാക്കുന്നത് പോലെ ഒരു വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. 4 പേരെ ആണ് അവർ ഇതിൻ്റെ ഒരു ഡമ്മിയായിട്ട് ഉപയോഗിച്ചത്. ഡ്രൈവർ സീറ്റിൽ ഒരു മെയിലിനെ ഇരുത്തി, കോ ഡ്രൈവർ സീറ്റിൽ ഒരു ഫീമെയിൽ, അതുപോലെ തന്നെ 1.5 വയസ്സുള്ള കുട്ടി, 3 വയസ്സുള്ള കുട്ടി എന്നിവർ പിൻ സീറ്റുകളിലും അവർ ഡമ്മിയായിട്ട് ഇരുത്തി. വാഹനം 50 കിലോമീറ്റർ സ്പീഡിൽ 2 ടാറ്റ സിയറകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയാണ്. ഈ ഒരു കൂട്ടിയിടിക്കലിന് ഒരു പ്രത്യേകതയുണ്ട്. ഹെഡ് ഓൺ കൊളിഷൻ എന്ന് പറയും മുൻഭാഗം വന്ന് ഇടിക്കുന്നതിന്. അതുപോലെ തന്നെ ഓഫ്സെറ്റ് കൊളിഷൻ എന്നാണ് ഇതിന് പറയുന്നത്. ഓഫ്സെറ്റ് കൊളിഷൻ എന്ന് പറഞ്ഞാൽ കാറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം തമ്മിൽ ഇടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ഇടിയിൽ വാഹനത്തിൻ്റെ രണ്ടിൻ്റെയും മുൻഭാഗത്ത്, അതായത് ഡ്രൈവേഴ്സ് ഇരിക്കുന്ന ആ ഒരു ഭാഗം തമ്മിലാണ് കൊളിഷൻ അവർ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അത്തരം ഓഫ്സെറ്റ് കൊളിഷനിൽ ഒരു വാഹനത്തിന് എത്രത്തോളം പരിക്ക് പറ്റുന്നു, അല്ലെങ്കിൽ അതിനകത്തിരിക്കുന്ന യാത്രക്കാർ എത്രത്തോളം സുരക്ഷിതരാണ്, ഈ ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ വാഹനത്തിൻ്റെ രൂപം എത്രത്തോളം നഷ്ടപ്പെടുന്നു, അതേപോലെ തന്നെ ഇതിനകത്തേക്ക് ആക്റ്റീവ് ആൻഡ് പാസീവ് സേഫ്റ്റി മെഷേഴ്സ് എല്ലാം തന്നെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, അതേപോലെ തന്നെ കൊളിഷന് ശേഷം ഉള്ള യാത്രക്കാരുടെ പരിക്ക് എത്രത്തോളം ഉണ്ട്, അതേപോലെ തന്നെ കൊളിഷൻ സമയത്ത് വാഹനത്തിൻ്റെ ഡോറുകളെല്ലാം അൺലോക്ക് ആവുന്നുണ്ടോ, ഇത്രയധികം കാര്യങ്ങളാണ് ടാറ്റ മോട്ടോഴ്സ് ഇതിലൂടെ വ്യക്തമാക്കാൻ ശ്രമിച്ചത്. ഈ ഒരു കാര്യങ്ങളിലെല്ലാം തന്നെ ടാറ്റ സിയറ ഓഫ്സെറ്റ് കൊളിഷനിൽ വിജയിച്ചു എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാൻ പറ്റും. ഈ 50% ഓഫ്സെറ്റ് കൊളിഷന് ശേഷം ടാറ്റ സിയറയുടെ ഫ്യൂവൽ ടാങ്ക് ലീക്കേജ് ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ഇതിനകത്തെ 4 പാസഞ്ചേഴ്സിനെയും സേഫായിട്ട് പുറത്തെത്തിക്കാൻ കഴിഞ്ഞു. അതായത് 4 ഡോറുകളും ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആക്കാൻ പറ്റി. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ ഒരു പൂർണ്ണത അതേപോലെ നിലനിർത്താൻ പറ്റി. ഫ്രണ്ട് പോർഷൻ മാത്രമാണ് കൊളിഷനിൽ തകർന്നത്. 2 വാഹനത്തിൻ്റെയും, ഞാൻ നേരത്തെ പറഞ്ഞു 50% ഓഫ്സെറ്റ് കൊളിഷനാണ് നടത്തിയത്. ടാറ്റ സിയറയുടെ ഈ പരീക്ഷണ ഇടിയിലൂടെ അവർ പുറത്തു കൊണ്ടുവന്ന വലിയ ഒരു കാര്യം, ഏത് സാഹചര്യത്തിലും 50 കിലോമീറ്റർ സ്പീഡിൽ ഒരു ഓഫ്സെറ്റ് കൊളിഷൻ, ഹെഡ് ഓൺ കൊളിഷൻ ഉണ്ടായാൽ പോലും ടാറ്റ സിയറയിലെ 4 യാത്രക്കാരും സുരക്ഷിതരാണ്. വാഹനത്തിന് യാതൊരു വിധമായ കുഴപ്പങ്ങളും ഉണ്ടാവില്ല. എയർ ബാഗുകളെല്ലാം തന്നെ ആക്റ്റീവായി, അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റുകളെല്ലാം തന്നെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്തു എന്നുള്ള എല്ലാ കാര്യങ്ങളും. ഹെഡ് ഇഞ്ചുറി ഉണ്ടായിട്ടില്ല. വളരെ മിനിമലായിട്ടുള്ള ഇഞ്ചുറി മാത്രമേ പാസഞ്ചേഴ്സിന് ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള കാര്യം ഒന്നുകൂടി അവർ നമ്മളെ ബോധ്യപ്പെടുത്തി തരികയായിരുന്നു. 2 ടാറ്റ സിയറ തമ്മിൽ കൂട്ടിയിടിച്ചപ്പോൾ ഉണ്ടാകുന്ന ഡാമേജ് വ്യക്തമാക്കിക്കൊണ്ടുള്ള ആ ഒരു മനോഹരമായിട്ടുള്ള വീഡിയോ. ടാറ്റ സിയറയുടെ എക്സ്റ്റീരിയർ പോലെ തന്നെ ഏറ്റവും മനോഹരമാണ് അതിൻ്റെ ഇൻറ്റീരിയർ സ്പേസ്. ലൈഫ് സ്പേസ് എന്നാണ് ടാറ്റയുടെ ഇൻറ്റീരിയറിനെ വാഹന നിർമ്മാതാക്കൾ വിശേഷിപ്പിക്കുന്നത്. ടാറ്റ സിയറയെ കുറിച്ചിട്ട് പറയുമ്പോൾ 1991 മുതലുള്ള കാലഘട്ടത്തിൻ്റെ ഒരു ഇഷ്ടം ഇതിനകത്തേക്ക് കിടക്കുന്നു. നമ്മൾ കുടുംബക്കാർ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുന്ന ഒരു ഇഷ്ടപ്പെട്ട ഇടമായിട്ട് ടാറ്റ സിയറയുടെ ഇൻറ്റീരിയറിനെ കാണാനാണ് വാഹന നിർമ്മാതാക്കൾക്ക് ഏറെ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് ഇഷ്ടം പോലെ സ്പേസും ഇഷ്ടം പോലെ എൻ്റർടൈൻമെൻറ്റും ഒക്കെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു റിലാക്സിംഗ് സ്പേസ്, ഒരു റിലാക്സിംഗ് ക്യാബിൻ എന്നാണ് ശരിക്കും വാഹന നിർമ്മാതാക്കൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2730 mm വീൽ ബേസ് ആണ് ഈ വാഹനത്തിനുള്ളത്. റൂമിനസ് തോന്നുന്ന ഒരു ഇന്റീരിയർ ആണ് ഇതിനകത്തേക്കുള്ളത്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പിൾ സ്ക്രീൻ ആണ് ഇതിന്റെ ടോപ്പ് വേരിയന്റ്. അതായത് അക്കംപ്ലിഷ്ഡ് പ്ലസിലുമാണ് അത് വരിക. 12 ഇഞ്ചസ് വീതമുള്ള 3 സ്ക്രീനുകളാണ് ഇതിനകത്തേക്കുള്ളത്. ഡ്രൈവർക്ക് എന്നതുപോലെ തന്നെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു കോ ഡ്രൈവർക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു എന്റർടൈൻമെന്റ് സോൺ സൃഷ്ടിക്കാൻ ഇതിനകത്തേക്ക് സാധിക്കും. ഇതിനകത്തേക്ക് ഗെയിമിംഗ് ആപ്സ് ഒക്കെ വരുന്നുണ്ട്. ഇനി ഡ്രൈവറെ ഒരു രീതിയിലും അദ്ദേഹത്തിന് ശല്യം ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ കംഫർട്ട് സോണിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാം, ഗെയിം കളിക്കാം, വീഡിയോ കാണാം, OTT പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാം, ഒക്കെ സാധ്യമാണ്. ഇതിൻ്റെ ഡ്രൈവറുടെയും കോ ഡ്രൈവറുടെയും സീറ്റുകൾ വെന്റിലേറ്റ്
ഹീറ്റഡ് സീറ്റുകളാണ്. അതുപോലെ തന്നെ തൈ എക്സ്റ്റെൻഡർ ഇതിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട്. കംഫോർട്ട് സോൺ എങ്ങനെയൊക്കെ ബെറ്റർ ആക്കാമോ അതൊക്കെ തന്നെയും ചെയ്തിരിക്കുന്നു. 30-ലധികം ഗെയിമിംഗ് ആപ്പുകൾ ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. ഇതിനകത്ത് ഏറ്റവും അധികം എനിക്ക് ഇഷ്ടപ്പെട്ടത് ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റമാണ്. 12 സ്പീക്കേഴ്സ് ആണ് ഇതിനകത്തേക്ക് വരുന്നത്. ഇവിടെയായിട്ട് ഒരു സ്പീക്കർ വരുന്നു, ഇവിടെ 2 സ്പീക്കർ വരുന്നു, ഡോറുകളിലായിട്ട് 4 സ്പീക്കേഴ്സ് വരുന്നു, ടീറ്റേഴ്സ് ഇവിടെയായിട്ട് വരുന്നു. ഒരു തിയേറ്ററിൽ ഇരിക്കുന്ന അനുഭവം തന്നെ ഇതിന്റെ ഡോൾബി അറ്റ്മോസ് സൗണ്ട് സിസ്റ്റം നമുക്ക് തിയേറ്റർ അനുഭവം തന്നെ നൽകുന്നു. ഇത് ഇതിന്റെ ഉയർന്ന വേരിയന്റിലാണ് എന്നുകൂടി ഓർക്കുക. ഏറ്റവും അധികം ഇതിനകത്തേക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ ശരിക്കും ഡോൾബി അറ്റ്മോസ് അനുഭവമാണ് എന്ന് പറയാൻ പറ്റും. മറ്റൊന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ ഇതിനകത്തെ ഈ ഒരു റൂമിനെസ് ആണ്. ഞാൻ ഇതിൻ്റെ ഒരു ഗ്ലാസ് ഏരിയയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. ബിഗസ്റ്റ് സൺറൂഫ് ഒക്കെ തന്നെയാണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. പനോറമിക് സൺറൂഫ് എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് തോന്നും. ഇവിടെ യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്, ഇവിടെ നമുക്ക് വയർലെസ് ചാർജിങ് സൗകര്യം കൊടുത്തിരിക്കുന്നു, ഇവിടെ കപ്പ് ഹോൾഡർ കൊടുത്തിരിക്കുന്നു. ശരിക്കും മറ്റെല്ലാ ടാറ്റ കാറുകളിലും കാണുന്നത് പോലെ ഗോസ്റ്റ് മോഡാണ് ഇതിനകത്തേക്കും വരുന്നത്. വാഹനം ഓൺ ചെയ്യുമ്പോൾ മാത്രം തെളിയുന്ന കാര്യങ്ങൾ ഇവിടെയെല്ലാം വരുന്നു. വളരെ നല്ല സ്റ്റിയറിംഗ് വീൽ, 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ, ഡീകട്ട് സ്റ്റിയറിംഗ് വീൽ ആണ് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത്. ഇതിന്റെ ഡ്രൈവർ സീറ്റ് നമുക്ക് പല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം, 6 രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിനകത്തേക്ക് മെമ്മറി ഫംഗ്ഷൻ സീറ്റുകൾക്ക് വരുന്നുണ്ട്. മറ്റൊന്ന് എൻ്റെ ഹൈറ്റിനനുസരിച്ച് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് ഇതിന്റെ സ്റ്റിയറിംഗും അഡ്ജസ്റ്റ് ചെയ്യാം. വളരെ കമാൻഡിങ് പൊസിഷനിലുള്ള ഒരു ഡ്രൈവിംഗ് പൊസിഷനാണ് എനിക്ക് ലഭിച്ചത്. എന്നെ സംബന്ധിച്ചത് ഒരു ഭയങ്കര ഉപകാരമായിട്ട് തോന്നി. സെക്കൻഡ് റോയിൽ നമുക്ക് 3 പേർക്ക് സുഖമായി ഇരിക്കാം. അവർക്കിടയിലെ ഒരു ഡിസ്റ്റൻസ് പറയുന്നത് 316 mm ആണ്. ഗാങ് എവേ ഡിസ്റ്റൻസ് എന്നാണ് വാഹന നിർമ്മാതാക്കൾ അതിന് പറയുന്നത്. ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ ഈ ലെഗ് റൂം നോക്കുക. ഞാൻ 5 അടി പൊക്കമുള്ള ഒരാളാണ്. അത്യാവശ്യം നല്ല ലെഗ് റൂം, നല്ല ഹെഡ് റൂം. ഈ വാഹനത്തിന്റെ പൊക്കം ഒക്കെ തന്നെയും ബെസ്റ്റ് സെഗ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഈ സീറ്റുകളുടെ പിന്നിലായിട്ട് പൗച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് ഉള്ളിലായിട്ട് ഫോണുകൾക്ക് ഇതായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഹെഡ് റെസ്റ്റുകളും നമുക്ക് സ്ലൈഡിംഗ് ആണ്. അതേപോലെ പറയാനുള്ളത് ഇവിടെയും കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, AC വെന്റുകൾ ഇവിടെയായിട്ട് കാണാം, ചാർജിങ് സോക്കറ്റ്സ് ഇവിടെയായിട്ട് കാണാം. കാലുകൾ നീട്ടി വെച്ചിട്ട് സുഖമായി ഇരിക്കാം. വളരെ റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു ലിവിംഗ് സ്പേസ്, അതായത് ലിവിംഗ് സ്പേസ് ഓൺ വീൽസ് എന്നാണ് ടാറ്റ മോട്ടോഴ്സ് അതിനെ വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിൽ നമുക്ക് പറയാം. എല്ലാവിധ എന്റർടൈൻമെന്റും ഉണ്ട്. 12 സ്പീക്കേഴ്സ് ആണ് JBLന്റെ ഇതിലെത്തേക്ക് വരുന്നത്. ട്വിറ്റേഴ്സ് ഒക്കെ തന്നെ ഡോറുകളിലായിട്ടൊക്കെ വരുന്നുണ്ട്. ശരിക്കും ഈ ഡോർ പാനൽ ഡിസൈൻസും നമുക്ക് ഇഷ്ടപ്പെടും. ക്രോമിന്റെ എലിമെന്റ് കഴിയുന്നത്ര ഒഴിവാക്കി അലൂമിനിയത്തിന് സാറ്റിൻ ഫിനിഷോട് കൂടിയിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. ഗ്ലോസി ബ്ലാക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഫിറ്റ് ആൻഡ് ഫിനിഷ് പൂർണ്ണമായിട്ട് നമുക്ക് ഇഷ്ടമാകും. മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസും 5 പവർ ട്രെയിൻസുമാണ് വരുന്നത്. ഡീസൽ ഓട്ടോമാറ്റിക്കും അതുപോലെ തന്നെ ടർബോ ചാർജ് പെട്രോളിലുള്ള വാഹനത്തിന്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലുള്ള വാഹനവുമാണ് ഓടിച്ചത്. ഇത് ശരിക്കും രണ്ടും 2 വ്യത്യസ്ത അനുഭവമായിരുന്നു. ഇതിനകത്തേക്ക് വന്നിരിക്കുന്ന 2 പെട്രോൾ എഞ്ചിനും പുതിയതാണ്. എന്നാൽ ഡീസൽ എഞ്ചിൻ പുതിയതല്ല. എന്നാൽ ഒരുപാട് പുതുമകൾ പെർഫോമൻസിന് വേണ്ടിയിട്ടും ഒരു അനായാസ യാത്രയ്ക്ക് വേണ്ടിയിട്ടും അവർ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തേക്ക് ചെയ്തിട്ടുണ്ട്. പുതിയ ഗിയർ ബോക്സ് എത്തി ഇതിലെ ഡീസൽ പതിപ്പിൽ. അത് മേറ്റഡ് വിത്ത് ന്യൂ ഗിയർ ബോക്സ് എന്ന് വാഹന നിർമ്മാതാക്കൾ എടുത്തു പറയുന്നുണ്ട്. അപ്പം എൻജിൻ കാലിബ്രേഷൻ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. വലിയ വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന രീതിയിൽ ശരിക്കും നമ്മൾ നെക്സോണിലും കർവിലും ഒക്കെ കണ്ട ആ ഒരു ഡീസൽ എൻജിൻ ആണെങ്കിലും ഈ ഒരു സിയറയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇനിയിപ്പോൾ അവർ ഹാരിയറിൻ്റെ പെട്രോൾ പതിപ്പ് ഇറക്കാൻ പോകുന്നുണ്ട്. അതേപോലെ തന്നെ സഫാരി തൊട്ടടുത്ത ദിവസം തന്നെ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ 2 വാഹനങ്ങളിലേക്കും ഒക്കെ തന്നെയായിട്ട് മൊത്തത്തിൽ അവർ ഇതിൻ്റെ ടെക്നോളജി, അതിൻ്റെ കാലിബ്രേഷൻ മൊത്തത്തിൽ അതൊക്കെ ഒന്ന് മാറ്റി പുതിയ ഗിയർ ബോക്സ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. നേരത്തെ ടാറ്റയുടെ വാഹനങ്ങളൊക്കെ തന്നെ എത്തുന്നത് ഒമേഗ പ്ലാറ്റ്ഫോമിലാണ് എന്നൊക്കെ പറയും. അന്ന് അത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്, വലിയ സംഗതിയാണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇവർ പറയുന്നു ഇത്ര വലിയ വാഹനങ്ങളിലേക്ക് അതിനേക്കാൾ മെച്ചമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. അർഗോസ് പ്ലാറ്റ്ഫോം എന്നാണ് പറയുന്നത്. അർഗോസിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഓൾ ടെറൈൻ റെഡി ഓംനി എനർജി ജിയോമെട്രിക് സ്കെയിലബിൾ ആർക്കിടെക്ചർ എന്നാണ്. ഫ്യൂച്ചർ റെഡി ഓൾ വീൽ കേപ്പബിൾ ആർക്കിടെക്ചർ എന്നവർ പറയുന്നു. അപ്പോൾ ഇതിൽ ശരിക്കും ഫ്ലെക്സി ഫ്യൂവൽസിന് സ്യൂട്ട് ആവുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. ഭാവിയിൽ ഇവരുടെ EV വാഹനങ്ങളാണെങ്കിലും ഹൈബ്രിഡ് ആണെങ്കിലും ഒക്കെ തന്നെ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് വാഹന നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്.
ഒരുപാട് ഇഷ്ടമായത് ടർബോ പെട്രോൾ എഞ്ചിനിലുള്ള വാഹനമാണ്. ഒരു രക്ഷയുമില്ലാത്ത ഒരു അനുഭവമാണ്. ശരിക്കും എക്സൈറ്റ്മെൻറ്റിൽ പറയുന്നതല്ല, ഒരു EV വാഹനം ഓടിക്കുന്ന അത്ര ലാഘവത്തോടെ, അത്ര സുഖത്തോടെ, അത്ര ഈസി ആയിട്ട് നമുക്ക് ഈ വാഹനത്തെ കൊണ്ടുപോകാം. അത്ര മികച്ച ഒരു പെർഫോമറാണ് ഇതിൻ്റെ ഈ ടർബോ പെട്രോളിലുള്ള ഈ വാഹനം. 160 PS പവറും 255 Nm ടോർക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കണക്കുകളാണ്. അപ്പം ഇവർ ഈ കൊണ്ടുവന്നിരിക്കുന്ന ഈ സീറയിൽ കൊണ്ടുവന്നിരിക്കുന്ന 3 വാഹനങ്ങളുടെ നമ്മൾ പവർ നോക്കുകയാണെങ്കിലും എല്ലാം 100ന് മുകളിലാണ്. എല്ലാം പവർഫുൾ എഞ്ചിനാണ്. നമുക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടും. ഏത് രീതിയിൽ നമുക്കിതിനെ ഇത് ചെയ്യാം. അതിൻ്റെ ബ്രേക്കിംഗ് കേപ്പബിലിറ്റി ആണെങ്കിലും, അതിൻ്റെ ഇനിഷ്യൽ ആക്സിലറേഷൻ ആണെങ്കിലും, ഓവർടേക്കിംഗ് പവർ ആണെങ്കിലും, എല്ലാം സ്ലോ മൂവിങ് ട്രാഫിക്കിലൂടെ ആണെങ്കിൽ പോലും എല്ലാം മികച്ച പെർഫോമറാണ്. ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് കംഫർട്ട് എടുത്തു പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കമാൻഡിങ് സീറ്റിംഗ് പൊസിഷൻ ഭയങ്കര രസമുള്ള ഒരു സംഗതിയാണ്. പിന്നെ ഡീസൽ എഞ്ചിൻ ഓടിക്കുമ്പോൾ ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ പോലെ തോന്നും. അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനിലുള്ള ആ ഒരു വാഹനവും മികച്ചതാണ്. എങ്കിൽ പോലും ഡീസൽ എഞ്ചിൻ്റെ കാര്യത്തിൽ ശരിക്കും നമ്മൾ റോഡിലെ കുണ്ടും കുഴിയും ഒക്കെ അറിയുന്നുണ്ട്. NVH അത്ര മികച്ചതാണെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. എന്നാൽ ലോ എൻഡ് ടോർക്കിൽ വാഹനം നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. സ്റ്റോപ്പ് ആൻഡ് ഗോ ട്രാഫിക്കിൽ മികച്ച ഒരു പെർഫോമർ തന്നെയാണ് ഡീസൽ എഞ്ചിനും. അത് ശരിക്കും പവർഫുൾ ആണ്. എന്നാൽ നല്ലതായിട്ട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല. നേരത്തെയുള്ള അവരുടെ ഡീസൽ എഞ്ചിനേക്കാളും ഈ അർഗോസ് ആർക്കിടെക്ചറിൽ വരുന്ന പുതിയ ഗിയർ ബോക്സുമായിട്ടൊക്കെ മീറ്റ് ചെയ്തിരിക്കുന്ന, കാലിബ്രേഷൻ മെച്ചപ്പെടുത്തിയിരിക്കുന്ന ഡീസൽ എഞ്ചിനിലുള്ള വാഹനവും നമുക്ക് ഇഷ്ടപ്പെടും. ഇതിൽ ഏതാണ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടർബോ പെട്രോൾ എഞ്ചിനിലുള്ള ആ ഒരു വാഹനം തന്നെയാണ്. അതിനകത്തേക്ക് ശരിക്കും ഒറ്റ ഒരു ട്രാൻസ്മിഷൻ മാത്രമേ വരുന്നുള്ളൂ. 6 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ വിലയും കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിലയും കൂടി നോക്കാം. ടാറ്റ സീറയുടെ ഫ്യൂൽ എഫിഷ്യൻസി വാഹന നിർമ്മാതാക്കൾ പുറത്തുവിട്ടിട്ടില്ല. ഏറ്റവും ഉയർന്ന വേരിയന്റിന്റെ വിലയും പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ ടാറ്റ സീറയോട് മത്സരിക്കുന്നത് ഹോണ്ട എലിവേറ്റും അതുപോലെ തന്നെ ഹിൻഡായ് ക്രെറ്റയുമാണ്. ഹിൻഡായ് ക്രെറ്റയാണ് ശക്തനായ കോമ്പറ്റീറ്റർ. 10 വർഷം കൊണ്ട് 12 ലക്ഷം ക്രെറ്റകളാണ് ഇന്ത്യൻ റോഡുകൾ നിറയെ ഇങ്ങനെ ഓടുന്നത്. മിഡ് സൈസ് SUV സെഗ്മെന്റിലെ ക്രെറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോമിനേഷൻ തന്നെയാണ് അവർക്കുള്ളത്. അപ്പോൾ അതിനോടാണ് ശരിക്കും സീറ മത്സരിക്കുന്നത്. സീറയിലുള്ള അതേ എഞ്ചിൻ ഓപ്ഷൻസ് ഒക്കെ തന്നെയും ക്രെറ്റയിലുണ്ട്. അപ്പം കോമ്പറ്റേറ്റീവ് പ്രൈസിലാണ് സീറ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ബേസ് വേരിയന്റിന്റെ പ്രൈസ് 11.5 ലക്ഷത്തിൽ തുടങ്ങുന്നുവെങ്കിൽ പലപ്പോഴും ഓവർ പ്രൈസ്ഡ് അല്ലേ ക്രെറ്റ എന്ന് തോന്നിയിട്ടുണ്ട്. 12,50,000 രൂപ മുതൽ 24 ലക്ഷം രൂപ വരെയാണ് ഇതിന്റെ ടോപ്പ് വേരിയന്റിന്റെ വില. സീറയുടെ ടോപ്പ് വേരിയന്റിന്റെ വില പ്രഖ്യാപിച്ചിട്ടില്ല. ഏകദേശം 2 ട്രിമുകളുടെയും കൂടെ പ്രഖ്യാപിക്കാനുണ്ട്. ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പെട്രോൾ ഓപ്ഷനിലും ടർബോ പെട്രോളിലും അതുപോലെ തന്നെ ടർബോ ഡീസലിലും ഒക്കെ തന്നെ സീറ എത്തുന്നുണ്ട്. സീറയ്ക്ക് നമുക്ക് കൂടുതലായിട്ട് കൊടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു മെറിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് ഏറ്റവും വലിയ സ്പേസ് ആണ്. ഇവിടെ 2730 വീൽ ബേസ് എന്ന് വലിയ കണക്കുകൾ സീറ പറയുന്നു. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് റോ തന്നെയാണ് സീറയിലേക്കുള്ളത്. വലിയ കണക്കാണ് 2730 mm എന്ന് പറയുന്നത്. നമുക്ക് വളരെ മികച്ച കണക്കുകൾ, അതായത് മികച്ച ഷോൾഡർ റൂം, മികച്ച ലെഗ് റൂം, മികച്ച കപ്പിൾ ഡിസ്റ്റൻസ് ഒക്കെ തന്നെയാണ് സീറ പറയുന്നത്. പിന്നെ കംഫർട്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് അതൊന്നും പറയാനില്ല. ഇത്രയും മികച്ചൊരു ഇൻറ്റീരിയർ ഡിസൈൻ അതുപോലെ തന്നെ എക്സ്റ്റീരിയറും നമുക്ക് സീറയിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ കോ ഡ്രൈവറെ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുന്നത്. ട്രിപ്പിൾ സ്ക്രീനൊക്കെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ മീ സ്പേസ്, അതായത് തൻ്റെതായ സ്പേസ് കസ്റ്റമൈസ് ചെയ്യുന്ന തൻ്റെതായ സ്പേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൊണ്ടുവന്നു. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ സീറ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. സീറ ഓടിക്കുമ്പോൾ നമുക്ക് തോന്നിയത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനം. അത് കാരണം സേഫ്റ്റി എന്ന് പറയുന്ന ഒരു സംഗതി, അഡാസ് ലെവൽ 2 സൗകര്യങ്ങൾ, 4 സൈഡ് ബ്ലൈൻഡ് സ്പോട്ട് ഇതിനകത്തേക്ക് വന്നിരിക്കുന്നു. അതേപോലെ 360 ഡിഗ്രി ക്യാമറ വന്നിരിക്കുന്നു. പിന്നെ എല്ലാവരെയും അതിശയിപ്പിച്ച് എല്ലാവരെയും ഇംപ്രസ് ചെയ്തുകൊണ്ടുള്ള കാർ ടു കാർ കൊളിഷൻ എങ്ങനെ ഇരിക്കും എന്ന് ഒക്കെ കാണിച്ചു തന്ന നമ്മളുടെ സേഫ്റ്റിയുടെ കാര്യത്തിൽ വിശ്വാസ്യത. ഇപ്പം വാഹനം ഉയർന്ന സ്പീഡിൽ ഓടിക്കുമ്പോഴും സഡൻ ബ്രേക്ക് ചെയ്യുമ്പോഴും ഒക്കെ തന്നെ എൻ്റെ കോൺഫിഡൻസും ഇത് ടാറ്റ സീറ എന്നുള്ളതാണ്. ക്രെറ്റയാണോ സീറയാണോ നല്ലതെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. സീറ തന്നെയാണ് എല്ലാ കാര്യത്തിലും ബെറ്ററായി നിൽക്കുന്നത് എന്നതാണ് എൻ്റെ അഭിപ്രായം.